കോർണിഷ് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ബീച്ച് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് വീഡിയോസ് നിങ്ങൾ നേരത്തെ കണ്ടു കാണും. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് കുറച്ച് ഏരിയയിൽ ചാർജബിൾ ബേസ് ആയിട്ട് ഉണ്ട്, ഫാമിലീസ് ഒക്കെ തന്നെ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ലായിരുന്നു. അതായത് ഈ ബീച്ചിൻ്റെ കുറച്ച് ഭാഗം മാത്രം ബാരിക്കേഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റ് പ്രകാരമാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ടിക്കറ്റ് ചാർജ് വന്നത് പെർ ഹെഡിന് 25 ദിർഹമാണ്. എന്നാലും അതൊരു വെർത്താണ്. കാരണം എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളുള്ളവർക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അവരെ കെയർ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസും അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ കോർണിഷ് ബീച്ചിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് കുറേ സൗകര്യങ്ങൾ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ കായിക വിനോദങ്ങൾക്ക് പോലും ഇവര് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ. അതായത് നീന്താനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ എന്നിവയ്ക്കുള്ള ഗ്രൗണ്ടുകളും പിന്നെ കുട്ടികൾക്ക് പ്രത്യേക കളിസ്ഥലങ്ങളും ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബീച്ച് ഏകദേശം 2 കിലോമീറ്റർ ലെങ്തിലാണ് കിടക്കുന്നത്. അതിന് 3 സെക്ഷനായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗേറ്റ് 4 വരുന്ന ഏരിയയാണ് ഫ്രീ ആയി എൻട്രി ചെയ്യാൻ പറ്റുന്ന ഏരിയ. അത് സിംഗിളിനും ലാർജ് ഗ്രൂപ്പിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അവിടെയാണ് നമ്മളിപ്പോൾ എൻട്രി ചെയ്തിട്ടുള്ളത്. നമസ്കാരം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അബുദാബി ബീച്ചിലേക്കാണ് വന്നേക്കണം. അബുദാബി ബീച്ചിൽ ആദ്യമായിട്ട് കാലം നനക്കാൻ പോണേന്. ഈ ബീച്ചിന്റെ ഈ സൈഡിലേക്ക് പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ബീച്ചിന്റെ, നമ്മുടെ കൊച്ചിനിലെ ബീച്ചില്ലേ, ഫോർട്ട് കൊച്ചി, അവിടെയും ഇങ്ങനെയൊക്കെ പാറക്കല്ലുകളൊക്കെ ഇട്ടിട്ട് ആ ഒരു സെറ്റപ്പിൽ